ഹായ് ഗൈസ്, കുഞ്ഞപ്പൻ ആൻഡ് കമ്പനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ഫോർ ഒരു ഹെയർ കെയർ റൊട്ടീനൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിയേക്കുവാണ്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വന്നതായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പം എന്തായാലും ഒന്ന് മുടിയൊക്കെ നന്നാക്കാം, ഒന്ന് സൗന്ദര്യമൊക്കെ നോക്കിയേക്കാം എന്നുള്ള ഉദ്ദേശമായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ കുറച്ച് ഇൻട്രോ ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷേ അതൊന്നും നടക്കുന്നില്ല എന്ന് തോന്നി. അങ്ങനെ പിന്നെ എന്നാ നമുക്ക് കുറച്ച് ചെമ്പരത്തി ഇലയൊക്കെ പറിച്ചേക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. ഫസ്റ്റ് കുറച്ച് ചെമ്പരത്തീൻ്റെ ഇലയൊക്കെ പറിച്ചെടുത്തു. പിന്നെ രാത്രി ഉറക്കമില്ലാത്തത് കൊണ്ടാണ് ഒന്നാമത് ഈ മുടി കൊഴിച്ചിലിപ്പോൾ ഉള്ളത്. നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുട്ടയാവും എന്നുള്ളത് തോന്നിയതുകൊണ്ട്, മുട്ടയെ കഴിഞ്ഞാൽ കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ഒന്ന് ശ്രദ്ധിച്ചേക്കാം എന്ന് വിചാരിച്ച്. കുഞ്ഞപ്പോൾ രാത്രി തീരെ ഉറങ്ങില്ല, അപ്പോൾ അത് കാരണം നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്. പിന്നെ വെച്ചിൻ്റെ ഒരു കരിവേപ്പില തൈ ഉണ്ട്. കരിവേപ്പില മരം തൈയായിരുന്നു, ഇപ്പോൾ കുറച്ചായിട്ടുള്ള ഈ മരമായിട്ട്. കാരണം ഇതിൻ്റെ ചുറ്റും നിറയെ മരങ്ങളുണ്ടായിരുന്നു, അവക്കാടോ അങ്ങനെ, പിന്നെ സീതപ്പഴത്തിൻ്റെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മതിൽ കെട്ടിയ സമയത്ത് ആക്കം മുറിച്ച് കളഞ്ഞു. ഇവളെ മാത്രം അവിടെ വെച്ചു. അപ്പോൾ ഇവൾ നന്നായിട്ട് അങ്ങ് വളർന്നു. അപ്പം അതിൽ നിന്ന് 2 തണ്ട് ഒടിച്ചു. പിന്നെ ഇതാണ് നമ്മൾ ഒരു സീതപ്പഴത്തിൻ്റെ മരം മാത്രം അവിടെ വെട്ടാതെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറേ കായ ഉണ്ടായിരുന്നു. ഇതിലൊരെണ്ണം മാത്രം ബാക്കിയുണ്ട്, പഴുത്ത് വരുന്നേ ഉള്ളൂ, പറിച്ചിട്ടില്ല. ഇതെൻ്റെ ചെടികളാണ് കേട്ടോ. ഞാൻ പിന്നെ ചെടികളാണ് കൂടുതലും. നിറയെ റോസൊക്കെ ഉണ്ടായിരുന്നു മുന്നേ, ഇഷ്ടം പോലെ റോസിൻ്റെ ചെടികളുണ്ടായിരുന്നു, പൂക്കളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു ടൈമൊന്നുമില്ലായിരുന്നു. കുറേ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ നശിച്ചുപോയി. നോക്കാൻ ആളില്ലാണ്ടായപ്പം നശിച്ചുപോയി. അതിൻ്റെ പിറകെ റോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകെ കുറേ നടക്കണം. ഇത് നമ്മുടെ ഒരു പുതിയ സുന്ദരിയാണ്, കഴിഞ്ഞ വർഷം ചാച്ചൻ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. സ്മെല്ലൊന്നുമില്ല, മുല്ലപ്പൂ പോലെ നിറയെ കൊലകൊലയായിട്ട് പൂവുണ്ട്. ശരിക്കും ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് ഇതിനെ കാണാൻ. എന്ത് ചെടിയാണെന്നൊന്നും അറിയില്ല, പക്ഷേ കുറേ ബ്രാഞ്ചസ് ഉണ്ടാവും. അതിൻ്റെ മുകളിലെല്ലാം ഇതുപോലെ കൊലകൊലയായിട്ട് പൂക്കളുണ്ടാവും. ഒരു ബ്രൗൺ കളറ് ചെറിയൊരു ലീഫ് അറ്റത്തായിട്ട് അതിൻ്റെ മുകളിൽ നിറയെ മുട്ടു. ഇനിയും വിരിയാൻ ഇഷ്ടം പോലെ ഉണ്ട്. പുതിയത് വിരിയുമ്പം പഴയത് കൊഴിഞ്ഞു വീഴുന്ന മാതിരി അങ്ങനെ സ്റ്റില്ലായിട്ട് കുറച്ച് കാലത്തേക്ക് ഈ പൂക്കൾ ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ അത് നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു. ഇനി തുളസിയാണ് നമുക്ക് വേണ്ടത്. തുളസി ആകെ ഇവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പം അധികമില്ല. അപ്പോൾ ആ ഉള്ള തുളസിയുടെ തൈയിൽ നിന്ന് ഒരു 3-4 ഇലയൊക്കെ വലിച്ചെടുത്ത് ഞാനിങ്ങനെ പോന്നു. ഇത് നമ്മളെ നമ്പ്യാർവട്ടം, അതെൻ്റെ പ്രിയപ്പെട്ട ചെടിയാണ്. അതിന് ഞാനങ്ങനെ വെട്ടിപ്പരിപാലിച്ച് ഞാൻ കൊണ്ട് നടക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജനുവരി പൂവ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവളെ കാണിച്ചേക്കാന്ന് വെച്ചു. അവൾ സാധാരണ എല്ലാ ജനുവരിയിലും പൂക്കുന്നതാണ്. ഈ വർഷം എന്താണെന്നറിയില്ല, ജനുവരിയിൽ പൂത്തില്ല. അവസാനം സഹി കെട്ട് ഉമ്മച്ചി പറഞ്ഞു, ഇനിയും നീ പൂവിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ മൊത്തത്തിൽ വെട്ടിക്കളയുന്നു. അതുകൊണ്ട് ഫെബ്രുവരി ആയപ്പോൾ അവൾ പൂവിട്ടു. ഭീഷണി വേണമെന്ന് തോന്നുന്നു. അതിന് നമുക്ക് വേണ്ട സാധനമൊക്കെ എടുത്തു. ചുവന്നുള്ളി, കറിവേപ്പില, ചെമ്പരത്തിയുടെ ഇല, തുളസി. ഇതിൽ വേണേൽ പേരക്കയുടെ ഇലയൊക്കെ എടുക്കാം കേട്ടോ. കുഞ്ഞപ്പൻ അവിടെ കിടന്നുറങ്ങുകയാണ് തൊട്ടിലയിൽ. ആ ഗ്യാപ്പിലാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത്. ആ ജനലിൻ്റെ ഗ്ലാസ്സിൽ കൂടെ എന്നെയും കാണുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ നമ്മൾ അങ്ങ് അരച്ചെടുത്തു മിക്സിയിലിട്ടിട്ട്. നല്ല സ്മൂത്തായിട്ട് അങ്ങ് അരച്ചെടുത്താൽ തലയിലേക്ക് എളുപ്പമാണ്. മുടിയൊക്കെ താഴോട്ട് ഇട്ട് കട്ടയൊക്കെ പൊക്കി ചീകി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കുഴമ്പ് പോലത്തിലുള്ള ഈ ഒരു ലിക്വിഡ് തേച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകി കളഞ്ഞു. അമ്മച്ചി തലയൊക്കെ തോർത്തി തന്നു. പിന്നെ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞപ്പൻ എണീറ്റു. അതിൻ്റെ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ ഞങ്ങൾ 2 പേരും ഇരുന്ന് ചോറൊക്കെ തിന്നു. ഞങ്ങൾ കളിക്കാൻ ഇറങ്ങി. അവന് മുറ്റത്ത് ഇറങ്ങി ഇന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനിയിപ്പോൾ കുട്ടികൾ മുറ്റമൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെട്ട് വരണ്ടേ, അതുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിന് അങ്ങ് ഇറക്കിയിട്ടു. ആ മെറ്റലിനുള്ളിൽ കാലാണ് ഇട്ട് ഉറയ്ക്കുന്നെങ്കിൽ കാലുണ്ടാവില്ല. ഇനിയിപ്പോൾ അവന് ഗേറ്റ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങണം. അതിനുവേണ്ടി അത് വലിച്ചു പൊട്ടിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഓക്കെ, ബൈ.